ചേട്ടൻ കുളിക്കാൻ പോകുന്ന ചേട്ടനെ കുളിക്കാൻ വിടുന്നില്ല. ചേട്ടന് പുറത്ത് പോകണം. ഇത് കണ്ടോ ചേട്ടാ, എന്നെ തടവിക്കോ ചേട്ടാ, പുറത്ത് പോകണ്ട ചേട്ടാ, എന്നെ തടവിക്കോ ചേട്ടാ, പുറത്ത് പോകണ്ട എന്നാണ് ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു 2 മിനിറ്റിൻ്റെ വീഡിയോ ആയിട്ട് വന്നതാണ്. ഇവനെ കാണാൻ ആഗ്രഹിക്കുന്ന കുറേ ഫാൻസ് ഉണ്ടല്ലോ. അപ്പോൾ കുഞ്ഞു വീഡിയോ ആണെങ്കിലും ചേച്ചി ഇടണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇങ്ങനെ തടവിയും പിടിച്ചൊക്കെ ഇരിക്കണം ചേട്ടനൊക്കെ. ചേട്ടനാണ് അവൻ്റെ കളിക്കൂട്ടുകാരൻ കേട്ടോ. ചേട്ടനാണ് ഭയങ്കര കൂട്ടുകാരൻ. ഇവന് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പുറത്തെ കൊച്ചിനെ വിളിക്കുന്നത് കണ്ടിട്ടില്ലേ, ചേട്ടാ ചേട്ടാ എന്നും പറഞ്ഞോണ്ട്. ചേട്ടാ കുളിക്കാൻ പോകണ്ട ചേട്ടാ, എന്നോട് കളിക്ക് ചേട്ടാ, എന്നോട് കളിക്ക് ചേട്ടാ എന്നാണ്. ചേട്ടാ കുളിച്ചിട്ട് വരട്ടെ പൊന്നാ. മണപ്പിച്ച് നോക്കുന്ന ഇത് പൊന്നിൻ്റെ തന്നെയാണ്. വാ ഇങ്ങോട്ട് വന്നി പൊന്ന വന്ന് മണപ്പിക്കുന്നതെന്നറിയാമോ? ഇത് മത്തങ്ങ, പപ്പായ, പിന്നെ മൃഷ്ടികൾ, എന്താ പറയുന്നതിന്, മധുരക്കിഴങ്ങ്, ഇതെല്ലാം കൂടെ ഇത് നല്ല വെണ്ണ വേവിച്ചതാണ്. പിന്നെ അവന് തൈരുണ്ട്. അവൻ്റെ ചോറ് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വലിയ പാത്രമായിട്ട് തോന്നണം, കുറച്ചേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് തൈരും കൂടെ ഒഴിക്കുന്നു. കുറച്ച് തൈര് ഒഴിക്കൂടാ കേട്ടോ. പണ്ടത്തെ പോലെ നമ്മൾ അരക്കിലൊന്നും കൊടുക്കുന്നില്ല. ഇത് കണ്ടോ. അപ്പോൾ മോന് നമ്മൾ കുറച്ച് തൈര് ഒഴിക്കുന്നുള്ളൂ, കൂടുതൽ കൊടുക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ. ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ അങ്ങോട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കുഞ്ഞിന് ഞാനിപ്പോൾ വാരി കൊടുക്കും. ഇപ്പോൾ കുഞ്ഞിൻ്റെ മെഡിസിൻ നിർത്തി. ഇനി ഡോക്ടറിൻ്റെ അടുത്ത് പോയി പറയണം. മോൻ്റെ 1 മാസത്തെ മെഡിസിനൊക്കെ കഴിഞ്ഞു. ഇനി ഡോക്ടറിനെ ചെന്ന് കണ്ടിട്ട് ഡോക്ടർ ചോദിക്കും ഇങ്ങനെ വരുന്നുണ്ടോ, വന്നില്ല എന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ കൊടുക്കണ്ടെന്ന് പറയും. അപ്പോൾ അത് ഇന്ന് അങ്ങനെ പുറത്തേക്ക് പോയിരിക്കുന്നതാണ് കേട്ടോ ഡോക്ടർ. അങ്ങനെ പുറത്തേക്ക് ഇത് വേറെ ഒന്നുമല്ല. പപ്പായ കൂടുതൽ ഇട്ടിട്ടുണ്ട്, മത്തങ്ങ കുറച്ച് ഇട്ടിട്ടുള്ളൂ. നമ്മുടെ എന്താ പറയുന്നത്, അത് മറന്നു പോകുന്നത് കേട്ടോ, മധുരക്കിഴങ്ങ്, ചിലയിടത്ത് കണ്ടിക്കിഴങ്ങെന്ന് പറയും. അപ്പോൾ ഇത് 3ഉം കൂടെ ഇട്ടിട്ടാണ് ഞാൻ വേവിച്ച് അതിന് കുറച്ച് തൈരും കൂടെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് തൈരും കൂടെ ഇടാം. ഒരു തൈരിൻ്റെ ടേസ്റ്റ് ഇല്ലെങ്കിൽ അവൻ കഴിക്കൂല കേട്ടോ. അതാണ് എല്ലാം ചെയ്ത് അവൻ വന്ന് മണപ്പിച്ചിട്ട് പോയത് കണ്ടോ. അവൻ്റെ ഫുഡാണെന്ന് അവന് അറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൊടുത്തിട്ട് വരാം ഫ്രണ്ട്സ്. ഇതാണ് എൻ്റെ മോൻ്റെ ഇന്നത്തെ ലഞ്ച്. രാവിലെ അവൻ്റേതായിട്ടുള്ള പെറ്റിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ അവന് നമ്മുടെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഭക്ഷണമൊക്കെയാണ് കേട്ടോ, കൂടുതലൊന്നുമില്ല. ഫ്രണ്ട്സ്, മോൻ കുളിക്കാൻ പോകുന്നതാണേ. കുളിച്ചിട്ട് ഇനി ഭക്ഷണം കൊടുക്കുന്നുള്ളൂ. എല്ലാം മിക്സ് ചെയ്ത് അവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അവനെ 1 വീക്ക് ഇരുന്നില്ലല്ലോ. ഇഞ്ചക്ഷൻ ആയതുകൊണ്ട് ഒരാഴ്ച കുളിപ്പിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇന്ന് ശനിയാഴ്ച കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ അവനെ കുളിപ്പിച്ച് അവനെ ഒന്ന് മുകളിലൊക്കെ കൊണ്ടുപോയി ചീകി എടുത്തൊക്കെ വന്നിട്ട് ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ അവൻ്റെ കുളിയും ദേവാരവും ചേട്ടനോടുള്ള കളിയും. ചേട്ടനെ വിടുന്നില്ല കേട്ടോ, അവനോട് കളിച്ചുകൊണ്ടിരിക്കണം. അവനെ ഈ ആൺകുട്ടികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ കുട്ടിയുണ്ടല്ലോ മോൻ, അവിടെയും വന്ന് വിളിക്കുന്നത് കണ്ടോ. ഫുട്ബോൾ കളിക്കാനൊക്കെ ആൺകുട്ടികൾ റോഡിലൊക്കെ കളിക്കുന്നുണ്ടല്ലോ, ഇവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ അവൻ്റെ കുളിയും ദേവരും. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സഹകരിക്കുക. പിന്നെ വൈഫൈ ഇവിടെ ഇത്തിരി സ്ലോ ആയതുകൊണ്ട് ഇപ്പോൾ ഇത്തിരി വൈകി പോകുന്നു കേട്ടോ, നമ്മൾ ലോഡ് ചെയ്ത് ഇടുമ്പോൾ. നിങ്ങൾ കുച്ചോട്ടാ അവിടെ പൊന്നു കുളിച്ച് സുന്ദരനാകട്ടാ. കഴിഞ്ഞ ആഴ്ച കുളിച്ചില്ലല്ലോ, ഇഞ്ചക്ഷൻ ആയതുകൊണ്ട്. പുറത്തേക്ക് പോകുന്ന കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വരുമ്പോൾ ചേട്ടനെ കാണാതാകുമ്പോൾ ഒരു വിഷമമുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞ് വരുമ്പോഴേ ചേട്ടനെ കാണാതാകുമ്പോൾ ഒരു വിഷമം അവനുണ്ട്. കൊച്ചിനോട് ടാറ്റ പറഞ്ഞിട്ട് പോന്നാ. കൊച്ചിനോടേ ടാറ്റ പറഞ്ഞിട്ട് പോ. കുളി കഴിഞ്ഞ് വരുമ്പോൾ നിന്നെ കാണാതായി അവൻ വിഷമിക്കും. അച്ഛൻ പറയുന്നു തുടക്കട്ടെ ഇടാന്ന്. അവൻ ഒളിഞ്ഞു നോക്കുന്നത്, ചേട്ടൻ പോയോ എന്നാണ് ആ കുളിയുടെ ഇടയിൽ കൂടെ നോക്കുന്നത്, ഒളിഞ്ഞു നോക്കുന്നത്. അപ്പോൾ അച്ഛൻ വിളിക്കുന്നത് തുടക്കട്ടെ ഇടാ. നിന്നെ വാതിലിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കുന്നു, പോയോ ഇല്ലേ ചേട്ടൻ പോയോ ഇല്ലേ എന്നാണ്. എന്നെ വിട്ടിട്ട് പോയില്ലേ ചേട്ടാ എന്നാണ്. മോനെ അവിടെ നിന്ന് പോയിട്ടില്ല. മോനെ കണ്ടിട്ട് പോളൂ. അവിടെ ഒന്ന് നോക്കുന്നുണ്ടോ അവനെ. മോനെ കണ്ടിട്ട് പോളൂ. പോയിട്ടില്ല. മര്യാദയ്ക്ക് തുടച്ചിട്ടൊക്കെ വാ. ആരാം സെ ആയി. ടാറ്റ. ചേട്ടാ പോയിട്ട് വരട്ടെ. മോൻ കുളിച്ചിട്ടൊക്കെ നിൽക്കട്ടെ. പോയാ ചേട്ടാ തുടച്ചിട്ട് പോവാം നമുക്ക്. ചേട്ടൻ വരും. മോൻ തുടച്ചിട്ട് വാ.
തുടച്ചിട്ട് വാ, അമ്മയുടെ പൊന്നല്ലേ, തുടച്ചിട്ട് വാ. ആ നല്ല കുട്ടി. അവൻ പോയോണ്ട് നോക്കുന്ന അന്തം വിട്ട വരൂല്ലേ ചേട്ടൻ? ചേട്ടൻ പുറത്ത് പോയതാടാ, വണ്ടി കൊണ്ട് പോയിട്ട് പെട്ടെന്ന് വരും എൻ്റെ മോനോട് കളിക്കാൻ കേട്ടാ. ആ ശരി, നീ ശനിയാഴ്ചയല്ലേ ചേട്ടൻ അവധി, പോകേണ്ടടുത്ത് പോകണ്ടേ? എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴും ജോലി ഓഫീസ്. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയാണ്. എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ചേട്ടനെ? ഓടുന്ന എനിക്ക് വയ്യ, ഓട്ടം. എന്തായി അവിടെ എന്താ മണപ്പിക്കുന്നേ? പൊന്നു ഓടി. അയ്യോ, ഓടുന്ന ഓട്ടം കണ്ടു. ഇത് കണ്ടോ, കുടി കഴിഞ്ഞ ഒരു ഓട്ടം പതിവാണ് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡൊക്കെ കൊടുക്കുക. ഓടി കാണിച്ചു കൊടുക്കുക ആൻറ്റിമാർക്കൊക്കെ, ഓടി കാണിച്ചു കൊടുക്കുക ആൻറ്റിമാർക്കൊക്കെ, ഓടി കാണിച്ചു കൊടുക്കുക ആൻറ്റിമാർക്കൊക്കെ. ഓടിയാ ഒരു ഹായ് ബൈ ഒക്കെ കൊടുക്കുക. അവിടെ ഇരിക്കണ്ട. വെയിൽ ഭയങ്കര പൊരിഞ്ഞ വെയിൽ കേട്ടാ. അച്ഛ എവിടെ? അച്ഛ കാണാനില്ലല്ലോ. അമ്മയൊക്കെ ചെയ്തു തരാം കേട്ടാ. അച്ഛ അവിടെ എന്തോ പണിയിലാണ്. നിക്ക് ആറോ, എന്താണ് ഓടിക്കളിക്കുന്നത്? ഇത് കണ്ടോ ഓടിക്കളിക്കുന്നത് കണ്ടോ? അച്ഛനേ ഓഹോ, എന്താണ് പിടിക്കുന്നത്? കണ്ടോ നിങ്ങൾ വില്ലത്തരം കണ്ടോ? ഇവൻ്റെ വില്ലത്തരമൊക്കെ കണ്ടോ വില്ലത്തരം വില്ലത്തരം ഇതൊക്കെയാണ് ചെക്കൻ്റെ. ഇത് കണ്ടോ എന്തൊക്കെയാണ്? ഫുഡ് കൊടുക്കണം. അപ്പോൾ അവൻ്റെ കാര്യം കഴിഞ്ഞു കേട്ടോ. അവനെ ഈ കഴിഞ്ഞ ആഴ്ച കുളിപ്പിച്ചില്ലല്ലോ, ഇഞ്ചക്ഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ശനിയാഴ്ച കുളിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അവനെ ചീകി അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവന് വാരിക്കൊടുക്കണം ചോറൊക്കെ. നിങ്ങൾ കണ്ടല്ലോ അവൻ്റെ ഫുഡ്. മത്തങ്ങ, മധുരക്കിഴങ്ങ്, പപ്പായ, തൈര്. അപ്പം നമ്മളിപ്പോൾ തൈരൊക്കെ ക്വാണ്ടിറ്റി കുറച്ച് കേട്ടോ. ഒരുപാട് ക്ഷീണിച്ചു ഇപ്പോൾ ഈ 1 മാസത്തെ മരുന്നൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ 1 മാസം ഇപ്പോൾ ഇത് വന്നില്ലെങ്കിൽ ഡോക്ടർ മരുന്ന് നിർത്താൻ പറയും. അങ്ങനെയാണ് പറഞ്ഞത് കേട്ടോ. പിന്നെ നമ്മൾ കണ്ടിന്യൂ ക്വാണ്ടിറ്റി കുറച്ച് ഇവൻ്റെ വെയിറ്റ് കൂടാതെ സൂക്ഷിക്കുക. വെയിറ്റ് എപ്പോഴും ഒരു മീഡിയത്തിൽ നിർത്തുക. ഫുഡ് തരാം മാമ, വാ. ബെഡിലൊക്കെ ഉരുണ്ടിട്ട് ഇനി ഭക്ഷണം കഴിക്കാനൊക്കെ വരുവോളെ. എല്ലാം ഉണങ്ങി. എന്നിരുന്നാലും അവൻ ബെഡിൽ കിടന്ന് അവൻ ആ ഉരുണ്ടിയില്ലെങ്കിൽ പറ്റൂല. ഇപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക കേട്ടോ, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതൊക്കെ കാണണേ. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് വരട്ടെ. അത് കഴിഞ്ഞ് ഷീറ്റൊക്കെ ഇതൊക്കെയാണ് കേട്ടോ ഇവൻ്റെ പണികൾ തന്നെ. ഇപ്പം ഞങ്ങൾ എടുത്തെടുത്ത് ആ ടൈം അങ്ങനെ പോവും. അപ്പോൾ നാളെ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരേക്കും ബൈ പറഞ്ഞോ. ചേച്ചിമാർക്ക് ചേട്ടന്മാർക്കൊക്കെ ബൈ പറയില്ല. ബൈ